Hello friends, Public Works Department Assistant Engineer Electronics notification PSC recent published. ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡൗട്ട്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് PSC ഈ PWD-ലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലൻസി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾ ഏത് ക്വാളിഫിക്കേഷൻ ഇക്വലന്റ് ആയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംശയമായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കറിയാം അപ്ലൈ ചെയ്യാൻ നേരത്തെ ഇപ്പം നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഇന്നെലിജിബിൾ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇക്വലൻസി യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രണ്ട് ക്വാളിഫിക്കേഷനാണ് നിങ്ങൾ മെയിനായിട്ടും ഇക്വലൻസി യൂസ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ ബിടെക് ടെലികമ്മ്യൂണിക്കേഷൻ. അപ്പം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലും ബിടെക് ഉള്ളവർ ഈ പറഞ്ഞ രണ്ട് ക്വാളിഫിക്കേഷനിൽ ഏതിനാണ് ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് നമ്മളോട് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം. അതായത് ഇത് PSC പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് PSC പബ്ലിഷ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ എക്സാം നടത്തിയപ്പോൾ ഇക്വലന്റ് ആയിട്ട് അവർ കുറച്ച് ക്വാളിഫിക്കേഷൻ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അന്നും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ ബിടെക് ടെലികമ്മ്യൂണിക്കേഷൻ ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരുന്നത്. അപ്പം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറച്ച് പേര് ചിലപ്പം ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ഇക്വലന്റ് ആയിട്ട് വെച്ചിട്ടായിരിക്കാം ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്തത്. അല്ലെങ്കിൽ ബിടെക് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ക്വാളിഫിക്കേഷന് ഇക്വലന്റ് ആയിട്ടായിരിക്കാം അന്ന് കുറച്ച് വിദ്യാർത്ഥികൾ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ക്വാളിഫിക്കേഷൻ ചൂസ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലാണ് നിങ്ങൾക്ക് ബിടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രണ്ട് ക്വാളിഫിക്കേഷനും ഏതെങ്കിലും ഒന്നിന് ഇക്വലന്റ് ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിലവിൽ അപ്ലൈ ചെയ്യാത്തവർക്ക് കൺഫ്യൂഷൻ മാറുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിടെക് ടെലികമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഈ രണ്ട് ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒന്നിന് നിങ്ങൾക്ക് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാര്യം രണ്ട് ക്വാളിഫിക്കേഷനും PSC ഇക്വലന്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട്. സോ അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. കാര്യം PSC നോട്ടിഫിക്കേഷന്റെ കൂടെ തന്നിരിക്കുന്ന ഇക്വലന്റ് ക്വാളിഫിക്കേഷന്റെ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അക്കാര്യത്തിൽ ക്ലിയർ വന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് തസ്തികയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഏൺസ് അക്കാദമിയിൽ ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾക്ക് എക്സാം വരെ ഗൈഡൻസിനായിട്ട് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിനായിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയും നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.